1962 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഒരു പുരസ്കാരദാന ചടങ്ങായിരുന്നില്ല. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തത്തിനുള്ള അംഗീകാരമായിരുന്നു അത്. 3 പേർ, ആ 3 പേർ ജീവിതത്തിൻ്റെ അടിസ്ഥാന രഹസ്യം കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ അതിലൊരു വ്യക്തിയുടെ ജീവിതം വളരെ വിചിത്രമായ രീതിയിൽ പിന്നീട് വിവാദങ്ങൾ നിറഞ്ഞതും തൻ്റെ നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവസാനം സ്വന്തം നൊബേൽ സമ്മാനം വിൽക്കേണ്ട അവസ്ഥയിൽ വരെ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. എന്നാൽ നൊബേൽ സമ്മാനത്തിന് അർഹമായ കണ്ടെത്തൽ എന്താണെന്നറിയാമോ? ഭൂമിയിലെ ഓരോ ജീവജാലത്തെയും, അതായത് ഒരു ബാക്ടീരിയ മുതൽ ഭീമാകാരനായ ഒരു നീലത്തിമിംഗലം വരെ, എന്നെയും നിങ്ങളെയും ഉൾപ്പെടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആ ഒരു പിരിയൻ ഗോവണിയുടെ അല്ലെങ്കിൽ DNA ഘടനയായിട്ടുള്ള ഡബിൾ ഹെലിക്സിനെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതിനാണ്. അത് ആധുനിക ബയോളജിയുടെ പിറവിയായിരുന്നു. ആ കൂട്ടത്തിലൊരു വ്യക്തിയുണ്ടായിരുന്നു, ജെയിംസ് വാട്സൺ. വെറും 34 വയസ്സുള്ള, ആത്മവിശ്വാസം കണ്ണുകളിൽ തിളങ്ങുന്ന, അല്പം അഹങ്കാരമുണ്ടോ എന്ന് തോന്നിക്കുന്ന ഒരു അമേരിക്കൻ ചെറുപ്പക്കാരൻ. ആ നിമിഷം മുതൽ വാട്സന്റെ യാത്ര മുകളിലേക്ക് മാത്രമായിരുന്നു. ശാസ്ത്രലോകത്തെ ഒരു അതികായനായി, ചരിത്രപ്രസിദ്ധമായ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ തലവനായി, ജീനിയസ് എന്ന വാക്കിൻ്റെ പര്യായമായിട്ട് അദ്ദേഹം മാറി. പക്ഷേ ഈ തിളക്കമാർന്ന വിജയഗാഥയ്ക്ക് പിന്നിൽ അത്ര തിളക്കമില്ലാത്ത ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ രഹസ്യം പൂട്ടിയ ആ താക്കോൽ അവർ ഒറ്റയ്ക്ക് കണ്ടെത്തുകയായിരുന്നില്ല, മറിച്ച് അത് മറ്റാരുടെയോ കയ്യിൽ നിന്നും തന്ത്രപൂർവ്വം കൈക്കലാക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിലും വിചിത്രമായ കാര്യം, പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇതേ ജെയിംസ് വാട്സൺ ശാസ്ത്രലോകത്ത് നിന്ന് ഏതാണ്ട് പൂർണ്ണമായും പുറത്താക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബഹുമതികൾ തിരിച്ചെടുത്തു. അദ്ദേഹം കെട്ടിപ്പൊക്കിയ സ്ഥാപനങ്ങൾ തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അത് ആ പഴയ മോഷണത്തിൻ്റെ പേരിലല്ല, മറിച്ച് അദ്ദേഹം നടത്തിയ ചില കാര്യങ്ങളുടെ പേരിലാണ്. താൻ കണ്ടെത്താൻ സഹായിച്ച അതേ DNA കോഡിൽ മനുഷ്യൻ്റെ ബുദ്ധിയും വംശവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ചില വംശങ്ങൾ മറ്റുള്ളവയേക്കാൾ താഴ്ന്നവരാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഡാർക്കായിട്ടുള്ള മെസ്സേജ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് അദ്ദേഹം പരസ്യമായി വാദിച്ചു. ഇതൊരു വിചിത്രമായ കഥയാണ്. ജീവൻ്റെ മനോഹരമായ ഒരുമയെ ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു വ്യക്തി എങ്ങനെയാണ് പിന്നീട് മനുഷ്യരാശിയെ വിഭജിക്കുന്ന ഏറ്റവും അപകടകരമായ ആശയങ്ങളുടെ വക്താവായി മാറിയത്? ഇതിൻ്റെ ഉത്തരം DNA കോഡിൽ മാത്രമല്ല, ആ കോഡിൻ്റെ രഹസ്യം തേടിയിറങ്ങിയ മനുഷ്യരുടെ സ്വഭാവത്തിലും അവർക്കിടയിലെ മത്സരത്തിലും അനീതിയിലുമുണ്ട്.